ഒരു കൊലപാതകം അന്വേഷിക്കാൻ കേരള പോലീസിന് വേണ്ടി വന്നത് 19 വർഷം. ഈ നീതിയിലേക്ക് സഞ്ചരിച്ച ദൂരം താണ്ടി എത്തിച്ചേർന്നത് ഞെട്ടിക്കുന്ന കൊലപാതകത്തിലേക്കാണ്. പതിമൂന്ന് വയസ്സുകാരനായ ഒരു ബാലൻ അച്ഛനോട് 2 രൂപയും വാങ്ങി സൈക്കിളിൽ പോയതാണ്. പിന്നീട് ആ വീട്ടിലേക്ക് അവൻ മടങ്ങി വന്നില്ല. മാതാപിതാക്കളുടെ 19 വർഷത്തെ കണ്ണീരും പ്രാർത്ഥനയ്ക്കും ഒടുവിൽ വെളിപ്പെട്ടത് ഒന്നിനു പുറകെ ഒന്നായി നടുക്കുന്ന 3 കൊലപാതകങ്ങളാണ്. മകനെ കാണുമെന്ന പ്രതീക്ഷയിൽ 11 വർഷം കാത്തിരുന്ന് ആ ബാലന്റെ അച്ഛൻ മരിച്ചു. തൊട്ടു പിന്നാലെ അമ്മയും. മകനെ കാണാതായ വിഷമത്തിൽ നീറി ജീവിച്ചിരുന്ന ആ മാതാപിതാക്കളുടെ മരണശേഷം 2019 കേസ് ക്രൈംബ്രാഞ്ചിന്റെ ഹാർട്ട് ആൻഡ് ഹോമിസൈഡ് വിംഗ് അന്വേഷിക്കണമെന്ന് ജസ്റ്റിസ് KM ജോസഫ് ഉത്തരവിട്ടത്. ക്രൈംബ്രാഞ്ചിന്റെ ഹാർട്ട് ആൻഡ് ഹോമിസൈഡ് വിംഗ് SP ആയിരുന്നു KG സൈമണിനായിരുന്നു അന്വേഷണ ചുമതല. ആ ബാലനെ കാണാതായതിനു പിന്നാലെ പണം ആവശ്യപ്പെട്ട് വീട്ടിലേക്ക് ഫോൺ വന്നിരുന്നു. അതുകൊണ്ട് തന്നെ വീട്ടിലെ വിലാസവും ഫോൺ നമ്പറുമെല്ലാം അറിയുന്ന ആരോ ഒരാളാണ് തിരോധാനത്തിന് പിന്നിലെന്ന് പോലീസ് ഉറപ്പിച്ചു. ആ ബാലൻ പോയ റൂട്ടിലൂടെ സഞ്ചരിച്ച പോലീസ് ചെന്നെത്തിയത് ഒരു സൈക്കിൾ കടയുടെ മുന്നിലായിരുന്നു. അവിടെ വരെ മഹാദേവനെ കണ്ടെന്ന് പലരും പറഞ്ഞു. അങ്ങനെ അന്വേഷണത്തിൽ ഹരികുമാർ എന്ന ഉണ്ണിയുടെ സൈക്കിൾ കടയാണെന്ന് പോലീസിന് മനസ്സിലായി. സൈക്കിളിന് കാറ്റടിക്കാനും നന്നാക്കാനും ഒക്കെയായി മഹാദേവൻ അവിടെ പോകാറുണ്ടായിരുന്നു. എന്നാൽ കുറെ കാലമായി കട അടഞ്ഞു കിടക്കുകയാണ്. ഉണ്ണിക്ക് കോട്ടയത്ത് ജോലി കിട്ടിയതോടെയാണ് കട തുറക്കാതായത്. അയാളുടെ വീട്ടുകാരിൽ നിന്നും അന്വേഷണ സംഘം മനസ്സിലാക്കി. ഉണ്ണിയെ കണ്ടെത്തി കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക, ഇതായിരുന്നു പോലീസിന്റെ ഉദ്ദേശം. ഉണ്ണി ഇടയ്ക്കിടെ കൂട്ടുകാരുമൊത്ത് സൈക്കിൾ കടയിൽ വെച്ച് മദ്യപാനം നടത്തും. അതിനു മാത്രമാണ് ഇപ്പോൾ അയാൾ കട തുറക്കുന്നത്. അങ്ങനെ ഉദ്യോഗസ്ഥർ ഉണ്ണിയുടെ മദ്യപാന സംഘത്തിലെ ഒരാളുമായി ബന്ധം സ്ഥാപിച്ചു. പലവട്ടം മദ്യം വാങ്ങാൻ അയാൾക്ക് പണം നൽകി. പതുക്കെ ഉണ്ണി അടക്കമുള്ള മദ്യപാന സദസ്സിലേക്കും വേഷം മാറിയെത്തിയ പോലീസ് സംഘം കയറിപ്പറ്റി. അവിടെ വെച്ച് മനസ്സ് തുറന്ന് ഉണ്ണിയോട് സംസാരിച്ചു. അങ്ങനെയാണ് അയാളുടെ ഉള്ളിൽ എന്തോ ഒന്നുണ്ടെന്ന് പോലീസിന് മനസ്സിലായത്. കൃത്യമായി ചോദിച്ചാൽ തുറന്നു പറയുമെന്ന് മനസ്സിലാക്കി അന്വേഷണ സംഘം ഉണ്ണി ഉൾപ്പെടെ 6 പേരെ കസ്റ്റഡിയിലെടുത്തു. എല്ലാവരും ഉണ്ണിയുടെ മദ്യപാന സദസ്സുമായി ബന്ധമുള്ളവരായിരുന്നു. ഉണ്ണി ഒഴികെ ബാക്കി 5 പേരും കേസുമായി ബന്ധമില്ലെന്ന് അന്വേഷണത്തിൽ പോലീസിന് മനസ്സിലായി. ഉണ്ണിയെ സമ്മർദ്ദത്തിലാക്കാനായി പിന്നീടുള്ള പോലീസിന്റെ ശ്രമം. ചോദ്യം ചെയ്യൽ മുറിയിലും ഉണ്ണിയോട് പോലീസ് മഹാദേവനെ കുറിച്ച് ഒരക്ഷരം മിണ്ടിയില്ല. 19 വർഷത്തിനിടെ പലരോടായി ഉണ്ണി പറഞ്ഞ കള്ളങ്ങൾ അക്കമിട്ടു നിരത്തി. ഇതൊക്കെ എന്തിനായിരുന്നു എന്ന് ചോദിച്ചു. ആ ചോദ്യം ചെയ്യലിൽ ഉണ്ണി പതറി. "പോയി സാറേ, കൊനാരി സലിയെ ഞാൻ കൊന്നതാണ്" എന്നാണ് ഉണ്ണി പറഞ്ഞത്. ഉണ്ണിയുടെ മറുപടി കേട്ട അന്വേഷണ സംഘം ഞെട്ടിത്തെരിച്ചെങ്കിലും പതർച്ച പുറമെ കാട്ടാതെ അവർ പറഞ്ഞു, "അതൊക്കെ ഞങ്ങൾക്കറിയാം, മഹാദേവന്റെ കേസ് പറ." അങ്ങനെയാണ് ആ ഞെട്ടിക്കുന്ന രഹസ്യം പുറത്തു വന്നത്. എളുപ്പത്തിൽ പണമുണ്ടാക്കാനായി ഉണ്ണി കണ്ടെത്തിയ മാർഗം മഹാദേവന്റെ കഴുത്തിലെ 6 പവന്റെ മാലയായിരുന്നു. സെപ്റ്റംബർ 8 സൈക്കിൾ നന്നാക്കാൻ വന്ന ആ ബാലനെ കൊന്ന് പാറമടയിലേക്ക് തള്ളിയത്. എന്നിട്ടും തീർന്നില്ല ആ ക്രൂരത. മകനെ കൊന്നിട്ടും ആ അച്ഛനമ്മമാരെ അവർ വെറുതെ വിട്ടില്ല. മഹാദേവൻ ജീവനോടെയുണ്ടെന്ന് വിശ്വസിപ്പിച്ച് ഫോൺ വിളികളിലൂടെയും കത്തുകളിലൂടെയും പണം തട്ടാൻ ശ്രമിച്ചു. മകനെ തിരികെ കിട്ടാൻ ആ അച്ഛൻ പണവുമായി കാത്തുനിന്നു. പക്ഷേ മകനെ മാത്രം കിട്ടിയില്ല. പിന്നീട് കൊലപാതകത്തിന് സഹായിച്ച കോനാരി സലി ഉണ്ണിയെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങിയതോടെ അടുത്ത ക്രിമിനൽ ബുദ്ധി ഉണർന്നു. മദ്യത്തിൽ സയനൈഡ് കലർത്തി സലിയെയും ഉണ്ണി വകവരുത്തി. മഹാദേവനെ എറിഞ്ഞ അതേ പാറമടയിലേക്ക് സലിയുടെ മൃതദേഹവും എറിഞ്ഞു. മൂന്നാമത്തെ പങ്കാളി പ്രമോദ് ദുരൂഹ സാഹചര്യത്തിലാണ് മരിച്ചത്. അതിലും ഉണ്ണിയുടെ കൈകളുണ്ടെന്ന് സംശയിക്കുന്നു. നീതി വൈകിയെങ്കിലും സത്യം പുറത്തു വന്നു. പക്ഷേ ആ സത്യം കേൾക്കാൻ മഹാദേവന്റെ മാതാപിതാക്കൾ ജീവനോടെ ഉണ്ടായിരുന്നില്ല എന്നത് ഈ കേസിലെ ഏറ്റവും വേദനാജനകമായ ഒന്നാണ്. ഇന്നും മറവിക്ക് വിട്ടുകൊടുക്കാത്ത ക്രൈം ഫയലുകളിൽ ചോര പുരണ്ട അധ്യായമാണ് മഹാദേവൻ വധക്കേസ്.